ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എക്സിറ്റ്. നമ്മൾ ഇന്നൊരു കാര്യം പറയാൻ പോകുന്ന വെച്ചാൽ ഒരു ചെറിയൊരു എഴുത്തിന്റെ പണി കിട്ടി. എഴുത്തിന്റെ പണി എന്ന് പറയുമ്പോഴത്തേന് എന്താ പറയാ, നമുക്ക് എന്താ പറയാ, ഫ്ലിപ്കാർട്ടിൽ സാധനം ഓർഡർ ചെയ്ത സമയത്ത് സാധനം കിട്ടിയില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. പിന്നെ കിട്ടിയതോ സമയത്തിന് കഴിഞ്ഞ് കിട്ടിയതും ആ നല്ല പ്രൊഡക്റ്റ് സെൽഫി സ്റ്റിക്കായിരുന്നു ഓർഡർ ചെയ്ത്. അതും നല്ലൊരു പ്രൊഡക്റ്റ് അല്ലായിരുന്നു. അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയതൊരു ചപ്പും ചാറും ഞാൻ കയ്യിൽ പറഞ്ഞ കവറിലും അത് പോയി. പിന്നെ അത് ഞാൻ റീപ്ലേസ് ചെയ്ത് തന്നു. സാധനം ഇതുപോലിരിക്കും. ഇത് റീപ്ലേസ് ചെയ്ത് തന്നതിന് ശേഷം ഇത് നല്ല വർക്കിംഗ് ആണ്. നേരത്തെ തന്ന ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊന്നും വർക്കാവില്ല, ഇങ്ങനൊന്നും വലിക്കാനൊന്നും പറ്റില്ലായിരുന്നു. പിന്നെ ഇത് കേബിളെല്ലാം പൊട്ടി കീറിയിരിക്കുകയായിരുന്നു. പിന്നെ ഫോട്ടോ എടുത്ത പേരില്ലായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് കിട്ടാനും നല്ലതെന്ന് പറയുമ്പോൾ ആമസോൺ ആണെന്ന് തോന്നുന്നു. എനിക്ക് അത്ര നല്ലതെന്ന് തോന്നുന്നു. ഫ്ലിപ്കാർട്ട് അത്ര ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 2-3 തവണ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റില്ല. ആദ്യത്തെ പ്രോഡക്റ്റൊക്കെ ഇടുമായിരിക്കും. ഞാൻ ട്രൈപോഡാണ് ഫസ്റ്റ് വാങ്ങിച്ചത്. അത് പൊളിയായിരുന്നു, ഒരു കുഴപ്പമില്ല, സൂപ്പറാണ്. രണ്ടാമത് ഞാൻ ഓർഡർ ചെയ്തെന്ന് വെച്ചാൽ എന്തായിരുന്നു, ഒരു ഫോൺ കവറിൻ്റെ ബാക്കായിരുന്നു. അതും കൊള്ളില്ലായിരുന്നു. ലാസ്റ്റ് അത് ഞാൻ കൊടുത്തു. പിന്നെ ക്യാഷ് ആയിരുന്നു വാങ്ങിച്ചത്. ഇത് ഞാൻ മൂന്നാമത് ഓർഡർ ചെയ്തത് ഞാൻ സെൽഫി സ്റ്റിക്കാണ്. ഞാൻ നിങ്ങളെ കാണിച്ചത്. ഞാൻ ഈ കളറൊന്നും അല്ല ഓർഡർ ചെയ്തത്, സാധനം വേറെയാണ് വന്നത്. അതുപോലെ തന്നെ ഞാൻ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ടൈം വൈകി. ഒത്തിരി ടൈം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ 2 ദിവസം കൂടെ വരുമെന്ന് ടൈം കരുതിയെങ്കിൽ അവർ 4 ദിവസം കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അതിൻ്റെ ഇരട്ടി ടൈം കൊണ്ടുവന്ന സാധനം വെറും കൊള്ളാത്തതെന്ന് വെച്ചാൽ കവർ അത് ഓപ്പൺ ചെയ്തപ്പോൾ കവർ ഞാൻ ഇങ്ങനെ കീറി പറഞ്ഞായിരുന്നിരുന്നത്. കവർ കീറി പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ സാധനം എടുത്തപ്പോൾ വരുന്നില്ല. ഞാൻ കൊണ്ടുവന്ന ആളോട് ചോദിച്ചു, നിങ്ങളെ ഒന്ന് നോക്കി തരാമോ? നിങ്ങൾ പറഞ്ഞറിയില്ല, നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് നിങ്ങളുടെ കുറച്ച് ചേട്ടന്മാരെ കൊണ്ട് കൊടുത്തു. അവരൊന്നും നോക്കില്ല. അതുപോലെ തന്നെ ഞാൻ പിന്നെ ട്രൈ ചെയ്തു. നുകർന്നു കഴിയുമ്പോൾ പിന്നെ വയറെല്ലാം പൊട്ടിയതായിരുന്നു. വയറ് പൊട്ടിക്കഴിഞ്ഞതിന് ഫോട്ടോ എടുക്കുന്നില്ല, വീഡിയോ എടുക്കുന്നത്. അത് ഞാൻ പിന്നെ റീപ്ലേസ് ചെയ്തു. അതിനും പിന്നെ എന്താ പറയുക, ക്യാൻസൽ ചെയ്തു. പിന്നെ കിട്ടാൻ വെച്ചാൽ പിന്നെ നമുക്ക് ആ സെയിം സാധനം തന്നെ റീപ്ലേസ് ചെയ്ത് നല്ലപോലെ കിട്ടാൻ വേണ്ടി അതിനും കുറേ ടൈം പോയി. അങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം വാങ്ങിച്ചപ്പോൾ എൻ്റെ കുറേ ടൈം നഷ്ടപ്പെട്ടു. നമുക്ക് സമയമായിട്ട് വിലപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ സമയത്തിന് പെട്ടെന്ന് കിട്ടുന്ന കാര്യത്തിലുള്ള ആപ്പ് എന്ന് വെച്ചാൽ നല്ല ആപ്പ് തന്നെ നിങ്ങൾ ആപ്പിൽ നിന്ന് തന്നെ ഷോപ്പിംഗ് ചെയ്യുക, ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുക. അത്രയും നല്ലതാണ് നിങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട്. കൊള്ളാമെങ്കിൽ നിങ്ങൾ എന്താ പറയുക, അടി കമൻറ്റ് ചെയ്തേക്കണം. എനിക്കും തോന്നുന്നില്ല കൊള്ളാമെന്നൊന്നും. പിന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. പിന്നെ ഞാൻ ഇത്രയും പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. എനിക്കൊരു ചെറിയൊരു പണി കിട്ടിയ പണി നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നത് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും പറ്റാതിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ മുൻകരുതലെടുത്ത് നിങ്ങളിതെല്ലാം ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിർത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. പിന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് തന്നെ വിളിച്ച് ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. പിന്നെ മറക്കാതെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണെ തന്നെ വിളിച്ച് ചെയ്തേക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. ബൈ.